അമ്മേ ഞാൻ പറയാതൊന്നും തോന്നരുത് കേട്ടാ. എന്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് എന്റെ സ്വർണ്ണേ ആർക്കും കൊടുക്കരുതെന്ന്. അതുകൊണ്ട് ഞാൻ എന്റെ സ്വർണ്ണം തരില്ല അമ്മേ. അയ്യോ മോളെ അങ്ങനെ പറയല്ലേ മോളെ, ആങ്ങൾക്ക് തീരെ വയ്യാത്തോണ്ടല്ലേ മോളെ, വേറെ വഴിയില്ല, 2 ദിവസം അതിനുള്ളിൽ അമ്മ അടുപ്പിച്ച് തരാം മോളെ, ഇങ്ങനെ പറയല്ലേ മോളെ. അത് ശരിയാവില്ല അമ്മേ. അമ്മേ വേറെ മാർഗം നോക്ക്, ഞാൻ എന്റെ സ്വർണ്ണൊന്നും തരില്ല. മോളെ അങ്ങനെ പറയല്ലേ, അത്രക്ക് അത്യാവശ്യമായിട്ടല്ലേ അമ്മ ഒന്ന് ചോദിക്കൂ. അമ്മേ ചെല്ലാൻ നോക്ക്, ഞാൻ എന്റെ സ്വർണ്ണം തരില്ല അമ്മേ. എന്തൊക്കെ ഒരമ്മായിമാരുടെ അടവാണ്. അമ്മ മോളെ സത്യമായിട്ട് ആങ്ങൾക്ക് പാടില്ലാണ്ടാണെന്ന്. ശരി അമ്മ പോവാൻ നോക്കി, ചെല്ലി ചെല്ലി എനിക്ക് കിടക്കണം. വന്നേക്കണ തള്ള എന്റെ സ്വർണം നോക്കാനായിട്ട്. അമ്മക്ക് എന്ത് വല്ലാതിരിക്കണേ? നാത്തോന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ആങ്ങൾക്ക് ഒരു ആക്സിഡന്റ് പറ്റി. അയ്യോ ആക്സിഡന്റാ? 5 ലക്ഷം രൂപ കെട്ടി വെക്കണം, ബാങ്ക് അവധിയല്ലേ, ലോക്കറിൽ നിന്ന് സ്വർണ്ണം എടുക്കാൻ പറ്റൂല, എന്ത് വേണമെന്ന് ആലോചിക്കണായിരുന്നു ഞാൻ. ആലോചിച്ചിട്ട് കാര്യം ഉണ്ടാവേ, നമുക്ക് ആളെന്നെ വിട്ടത്. അമ്മ ഒരു കാര്യം ചെയ്യ്, സ്വർണ്ണം തരാം. അമ്മ പറഞ്ഞോല 5 ലക്ഷം രൂപ ഒന്നും കിട്ടുന്നില്ല, ഇതിന് കിട്ടാൻ എനിക്ക് ബാക്കി പൈസ പിന്നെ നമുക്ക് ഒപ്പിച്ചാ മതിയല്ല. അമ്മ എന്താണ് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിക്കണത്? നേരം ചെയ്ത് പണയം എന്താക്കാൻ നോക്ക്. അമ്മ എന്താണ് ഇങ്ങനെ നോക്കി നിൽക്കണത്? വേറെ ഒന്നുമല്ല മോളെ, ഞാനിപ്പോ അർച്ചനോട് സ്വർണം ചോദിച്ചു. സ്വർണം തരാതെ അവൾ എന്നെ ആ റൂമിൽ നാട്ടി പുറത്താക്കിയത് മാത്രമല്ല, മരുമക്കളുടെ സ്വർണം തട്ടിയെടുക്കാനായിട്ട് അമ്മായിമ്മമാർ ഇങ്ങനെ പല അടവും കാണിക്കുമെന്നാണ് അവള് പറഞ്ഞത്. പക്ഷെ നീ ഞാൻ ചോദിക്കുക പോലും ചെയ്യാണ്ട് എനിക്കിത് ഒക്കെ തന്നില്ലേ. ഞാൻ നിന്റെ സ്നേഹം കണ്ടിട്ട് മനസ്സിനിറങ്ങി നിന്നുപോയതാണ് മോളെ. ഞാൻ ഒരു മനുഷ്യജീവിയായിട്ടാലും പരിഗണിക്കാതെ എന്നോട് കിടന്ന് കഷ്ടപ്പെടുത്തിക്കൊണ്ടിരുന്നത്. ഇതൊരു വേലക്കാലത്തേക്ക് സമയത്താണ് ഞാൻ മോളെ കണ്ടുകൊണ്ടിരുന്നത്. നിനക്ക് എന്നോട് ഈ സമയത്ത് വേണമെങ്കിൽ അതിന് പകരം ചോദിക്കായിരുന്നു. പക്ഷെ നീ അതൊന്നും ചെയ്യാതെ എന്നെ സഹായിച്ചില്ലേ. എന്നെ സഹായിക്കാൻ നീയല്ലേ ഉണ്ടാവുള്ളൂ, അതോർത്തമ്മ നിന്നുപോയതാണ്. അതമ്മ പറഞ്ഞത് ശരിയാണ്. അമ്മ എന്നെ ഇവിടെ കണ്ടേക്കണത് ഒരു വേലക്കാരത്തിയായിട്ടാണ്. അമ്മ എന്നോട് മരുമോളായിട്ട് കണ്ടിട്ടില്ല. പക്ഷെ എനിക്ക് അങ്ങനെ ഇല്ലായിരുന്നു. ഈ വീട്ടിലെ ഓരോരുത്തരും എനിക്ക് പ്രിയപ്പെട്ടതായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അമ്മക്കൊരു ആവശ്യം വന്നപ്പോഴത്തേക്കും ഞാൻ എന്ത് പറ്റുന്ന തരത്തില് അമ്മയെ ഞാൻ സഹായിച്ചത്. പിന്നെ അമ്മ ഒരു കാര്യം കൂടി അമ്മ ഓർമ്മയിൽ വെച്ചോ, നമുക്ക് ഒരാവശ്യം വരുമ്പോ നമ്മള് തള്ളിക്കളഞ്ഞാലായിരിക്കുള്ളൂ നമ്മളെ ചിലപ്പോ ആ സമയത്ത് സഹായിക്കാനായിട്ടുണ്ടാവുന്നത്. അതമ്മ മറക്കണ്ടട്ടാ. ഇതൊക്കെ പറഞ്ഞോണ്ട് എന്നിട്ട് കാര്യമില്ല, കഴിഞ്ഞത് കഴിഞ്ഞു. അമ്മ ഹോസ്പിറ്റലിലേക്ക് ചെല്ലാൻ നോക്കും. അല്ല ഞാൻ വന്നോ? മോള് പോയി റെഡിയാവും, മോളും കൂടി വാ, നമുക്ക് ഒറ്റയ്ക്ക് പോകാൻ വയ്യ. ഞാൻ റെഡി ആവട്ടെ. ശരി.